ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നാളെ കർക്കിടക മാസത്തിലെ സോമവാര പ്രദോഷമാണ്. നാളത്തെ ദിവസം നമ്മൾ ചൊല്ലേണ്ടുന്ന അതിപ്രാധാന്യമുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഞായറാഴ്ച എന്ന് പറയുന്നത് ശിവഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. അതിൻ്റെ കാരണം നിങ്ങളെല്ലാവരും ശരഭേശ്വരമൂർത്തി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഭഗവാൻ മഹാദേവൻ്റെ ഒരു അവതാരമാണ് ശരഭേശ്വരൻ എന്ന് പറയുന്നത്. ശരഭേശ്വരമൂർത്തിയെ ഞായറാഴ്ചകളിൽ വരുന്ന രാഹുകാല സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ശത്രുദോഷങ്ങളൊക്കെ അകന്ന് നമുക്ക് ഐശ്വര്യമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഞാനിത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച നമുക്ക് രാഹുകാലം വരുന്നത് 4:30 മുതൽ 6 വരെയാണ്. അതേ സമയത്താണ് നമുക്ക് പ്രദോഷ സന്ധ്യ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രദോഷ ദിവസത്തിൽ വരുന്ന പ്രദോഷ സന്ധ്യയുടെ പ്രാധാന്യം, അതും ശരഭേശ്വരമൂർത്തിയോടുള്ള നമ്മുടെ പ്രാർത്ഥനയും കൂടിയാകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ വായുവേഗത്തിൽ നമുക്ക് സാധിച്ചു കിട്ടും. അപ്പോൾ എന്താണ് നമ്മൾ നാളെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കറിയാം, ശിവപ്രീതി നേടാൻ ഏറ്റവും നല്ല ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത്. ഈ ഒരു ദിവസം നമ്മൾ വ്രതമെടുത്ത് ശിവപാർവതിമാരെ പൂജിച്ചു കഴിഞ്ഞാൽ എല്ലാവിധത്തിലുമുള്ള നന്മകളും നമുക്ക് വന്നു ചേരുന്നതാണ്. നമ്മുടെ ജാതകത്തിലാണെങ്കിലും അല്ലാതെയുമുള്ള ജാതക ദോഷങ്ങൾ, അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ നമ്മളെ പ്രദോഷവ്രതം അനുഗ്രഹിക്കും. അപ്പോൾ 2026 ജൂലൈ 26 ഞായറാഴ്ചയാണ് കർക്കിടക മാസത്തിലെ ശുക്ലപക്ഷ പ്രദോഷം വരുന്നത്. ശിവപാർവതിമാർ വളരെയധികം പ്രസന്നരായിരിക്കുന്ന ഈ ഒരു പ്രദോഷ ദിവസത്തിലെ പ്രദോഷ സന്ധ്യാസമയത്ത് നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ അഭിഷേകത്തിനുള്ള വസ്തുക്കൾ വാങ്ങിക്കൊടുത്ത് അത് കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരികയും സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവിതം നമുക്ക് ലഭിക്കുകയും ചെയ്യും. പ്രദോഷ എന്ന് പറയുന്നത് നമുക്കറിയാം, ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് നമ്മൾ പ്രദോഷ വ്രതമായിട്ട് ആചരിക്കുന്നത്. ഈ 26 ജൂലൈ കർക്കിടക മാസത്തിൽ നമുക്ക് വരുന്ന പ്രദോഷത്തിൽ ത്രയോദശി തിഥി നമുക്ക് ഉച്ചയ്ക്ക് 1:58 ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസമാണ് നമ്മൾ പ്രദോഷവ്രതമായിട്ട് എടുക്കേണ്ടത്. പിറ്റേ ദിവസം തിങ്കളാഴ്ച, അതായത് 27-ാം തീയതി വൈകിട്ട് 4:14 നമുക്ക് ത്രയോദശി തിഥി അവസാനിക്കും. അതുകൊണ്ട് തന്നെ വ്രതം എടുക്കേണ്ടത് ഞായറാഴ്ചയാണ്. പക്ഷേ പിറ്റേ ദിവസത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് മാസശിവരാത്രിയാണ്, അതായത് ചതുർദശി തിഥി. മാസത്തിൽ 2 പ്രാവശ്യം ത്രയോദശി തിഥിയും അതുപോലെ ചതുർദശി തിഥിയും വരും. അപ്പം ത്രയോദശി വരുമ്പം പ്രദോഷമായിട്ടും ചതുർദശി വരുമ്പോൾ നമ്മൾ മാസശിവരാത്രി ആയിട്ടുമാണ് കണക്കാക്കുന്നത്. അപ്പം ഈ പ്രാവശ്യം തിങ്കളാഴ്ചയോടുകൂടിയാണ് ചതുർദശി വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മാസശിവരാത്രി വന്നിരിക്കുന്നത് തിങ്കളാഴ്ചയാണ്. അന്നത്തെ ദിവസം അതിപ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ കണക്കാക്കി മഹാദേവനെ പൂജിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ നാളെ പ്രദോഷവ്രതം എടുക്കുന്നവരൊക്കെ, ഏകാദശി വ്രതം എടുത്തവർക്കൊക്കെ വളരെ ഒരു കൺഫ്യൂഷനാണ്, എങ്ങനെയാണ് ഞങ്ങൾ പ്രദോഷവ്രതം എടുക്കുന്നതെന്നുള്ളത്. പ്രദോഷവ്രതം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നാളെ ഞാൻ ആ പാരണ സമയം ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ പാരണ വീടുക. പാരണ വീടിയതിന് ശേഷം പ്രദോഷവ്രതം നിങ്ങൾക്ക് എടുത്തു തുടങ്ങാം. ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ടോ അങ്ങനെയല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചുകൊണ്ടോ അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ്. വ്രതം എടുക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കണം. സാധാരണ കുളിക്കുമ്പം ശരീരത്തിൽ സോപ്പ് തേക്കാതെ തലയിൽ എണ്ണ തേക്കാതെയൊക്കെ നമ്മൾ പ്രദോഷവ്രതം എടുക്കുന്നത് അത്യുത്തമമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായും ആ രീതിയിൽ തന്നെ വ്രതം എടുക്കണം. കുളിച്ച് നെറ്റിയിൽ ഭസ്മം ധരിച്ച് വെള്ള കളറിലെ വസ്ത്രം ധരിച്ച് രുദ്രാക്ഷമൊക്കെ ധരിച്ചുകൊണ്ടുള്ള പ്രദോഷവ്രതത്തിന് വളരെ പെട്ടെന്ന് പ്രാധാന്യം ലഭിക്കും. ഇപ്പോൾ രുദ്രാക്ഷം എന്ന് പറയുമ്പം നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രുദ്രാക്ഷം അല്ലാതെ മറ്റൊരു രുദ്രാക്ഷം നമുക്ക് വാങ്ങിച്ചു വെക്കാം. മാസത്തിൽ വരുന്ന പ്രദോഷത്തിൽ വ്രതം എടുക്കുന്നവർക്ക് അത് നമുക്ക് കഴുത്തിൽ അണിയാവുന്നതാണ്. അത് നമുക്ക് വേണ്ടിയിട്ട് മാത്രം വെച്ചാൽ മതിയാവും. പ്രദോഷം കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് പ്രദോഷത്തിൻ്റെ പാരണ നമ്മൾ വീടി കഴിയുമ്പം ആ രുദ്രാക്ഷമാല നമുക്ക് ഊരി വെക്കാവുന്നതാണ്. സ്ത്രീകൾ രുദ്രാക്ഷം ധരിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. എന്നും ധരിക്കാനല്ല ഞാൻ പറയുന്നത്, പ്രദോഷം വ്രതം എടുക്കുന്നവർ ആ ദിവസം ധരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതിനുശേഷം നമ്മുടെ പൂജാമുറിയിൽ കർക്കിടക മാസം മുഴുവൻ 5 തിരിയിട്ട് തന്നെ ഭദ്രദീപം കൊളുത്തണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ കൊളുത്തണം. വീട്ടിൽ ശിവപാർവതിമാരുടെ സെപ്പറേറ്റ് ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുൻപിൽ നെയ്ദീപം കൊളുത്തി വെക്കാം. ശിവലിംഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിഷേകം ചെയ്യണം. കൂവളത്തിലകൾ കൊണ്ട് അർച്ചന ചെയ്യണം.
കൂവളത്തിലകൾ ഇന്ന് തന്നെ പറിച്ചു വെക്കണം. പ്രദോഷ ദിവസം നമ്മൾ കൂവളത്തിൽ നിന്നും ഇലകൾ പറിച്ചു വെക്കാൻ പാടില്ല. കൂവളമരം വീട്ടിലുണ്ട് പോകുന്ന ക്ഷേത്രത്തിലുള്ളവർ കൂവളമരത്തിന് നാളത്തെ ദിവസം ജലം സമർപ്പിക്കുന്നതും കൂവളമര ചുവട്ടിൽ നമ്മൾ ദീപം തെളിയിക്കുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതുമൊക്കെ വളരെ നല്ല ഫലങ്ങൾ നമുക്ക് തരുന്നതാണ്. അതേപോലെ കൂവളത്തിലകൾ കൊണ്ട് ഭഗവാനെ നമ്മൾ അർച്ചന ചെയ്യണം. അർച്ചന ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മഹാമൃത്യുഞ്ജയ മന്ത്രം 3 പ്രാവശ്യം ചൊല്ലി ഒരു കൂവളത്തില ഭഗവാന്റെ ശിവലിംഗത്തിനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ശിവകുടുംബ ഫോട്ടോയ്ക്കോ സമർപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യണം. നമ്മൾ വീട്ടിൽ ഭഗവാന് പൂക്കളൊക്കെ സമർപ്പിച്ച് കൂവളത്തിലകൾ സമർപ്പിച്ച് മുല്ലപ്പൂക്കൾ സമർപ്പിച്ച് അഭിഷേകമൊക്കെ ചെയ്തതിന് ശേഷം അന്നത്തെ ദിവസം വൈകിട്ട് നമ്മൾ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ശരഭേശ്വര ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോകുന്നത് വളരെ നല്ലതാണ്. ശരഭേശ്വര ക്ഷേത്രത്തിൽ പോകുമ്പം ഭഗവാൻ അവിടെ അഭിഷേകം ചെയ്യുമ്പം നമ്മൾ നാരങ്ങ നീര് സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. നമ്മൾ തന്നെ നാരങ്ങ വാങ്ങി നീരാക്കി എടുത്ത് സമർപ്പിക്കാം. അത് നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള ശത്രുദോഷത്തിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ സാധിക്കുന്നതാണ്. ഇനി അങ്ങനെയൊന്നും സാധിച്ചില്ലെങ്കിലും മുല്ലപ്പൂക്കൾ, കൂവളത്തിലകൾ, ഭസ്മം, ഇളനീര്, ഇതൊക്കെ ഇതിലെന്താണോ ഭഗവാന് സമർപ്പിക്കാൻ നമുക്ക് പറ്റുന്നത് അത് ഭഗവാന് സമർപ്പിക്കുക. ഞാനിനി പറയുന്ന മന്ത്രം നമ്മൾ 108 പ്രാവശ്യം വേണം ജപിക്കാൻ. ക്ഷേത്രത്തിലിരുന്നും ജപിക്കാം, വീട്ടിലിരുന്നും ജപിക്കാം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ 4:30 മുതൽ 7:30 വരെയുള്ള ആ ഒരു പ്രദോഷ സന്ധ്യാസമയത്ത്, അതിൽ തന്നെ 4:30 മുതൽ 6 മണി വരെ വരുന്ന രാഹുകാലവും പ്രദോഷവും ഒത്തുചേർന്നിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഭഗവാന് മുൻപിൽ രുദ്രദീപം കൊളുത്തണം. രുദ്രദീപം എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷ ദീപമാണ്. അതെങ്ങനെയാണ് കൊളുത്തുന്നതെന്നാണ് ഞാൻ ഈ ഒരു ചെറിയ ഫോട്ടോ ക്ലിപ്സ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുമുണ്ട്. ഇത് കൊളുത്താൻ പറ്റാത്തവർ ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ ശിവലിംഗത്തിന് മുൻപിലായിട്ടൊരു നെയ് വിളക്ക് കൊളുത്തി വെക്കണം. വിളക്ക് കൊളുത്തുമ്പം വിളക്ക് പടിഞ്ഞാറോട്ട് വേണം കത്തിയിരിക്കാൻ. അതായത് വിളക്കിൻ്റെ ജ്വാല, അതിപ്പോൾ നമ്മൾ രുദ്രദീപമാണെങ്കിലും അതേപോലെ തന്നെ നോർമൽ നെയ്ദീപമാണെങ്കിലും ഈ പ്രാവശ്യം പടിഞ്ഞാറോട്ട് വേണം കൊളുത്തി വെക്കാൻ വേണ്ടിയിട്ട്. പടിഞ്ഞാറ് ദിശയിലോട്ട് കൊളുത്തി വെച്ചിട്ട് നമ്മൾ അതിന് മുൻപിലിരുന്ന് ഈ ഒരു ശരഭേശ്വര മന്ത്രം നമ്മൾ 108 പ്രാവശ്യം ജപിക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഭഗവാനോട് പ്രാർത്ഥിക്കണമെന്നില്ല. ഭഗവാൻ മഹാദേവൻ്റെ ഒരു രൂപം മനസ്സിൽ കാണുക. ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഭഗവാനെ കണ്ടു തൊഴുതിട്ട് സ്വസ്ഥമായ ഒരിടത്തിരുന്ന് നമുക്കിത് ജപിക്കാം. ജപിക്കുമ്പം നമുക്ക് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കാവുന്നതാണ്. മന്ത്രം ഇതാണ്, ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഓം ഉഗ്രായ ശരഭായ തേജോ പുഷേ നമഃ. ഓം ഉഗ്രായ ശരഭായ തേജോ പുഷേ നമഃ. അതായത് ഉഗ്രരൂപനായ ശരഭരൂപനായ തേജസ് നിറഞ്ഞവനായ ഭഗവാന് നമസ്കാരം. ഇതാണ് ഈ ഒരു മന്ത്രം. ഈ ഒരു മന്ത്രം നമ്മൾ 108 പ്രാവശ്യം ജപിക്കണം. നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നുമൊക്കെ എല്ലാ നെഗറ്റിവിറ്റികളും മാറി ഭഗവാൻ ഐശ്വര്യം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നത്. നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ കൂവളത്ത് മാലയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ കേശാദിപാദം ഭഗവാന് ചൂടാൻ പറ്റുന്നത് പോലെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. കൂവളത്തുമാല, ഒരു താമരപ്പൂവാണെങ്കിലും വാങ്ങിച്ച് സമർപ്പിച്ചിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. മന്ത്രജപത്തിന് ശേഷം ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ചിലപ്പോൾ ഇളനീര്, പഴമൊക്കെ തരും. അതൊക്കെ വാങ്ങിച്ച് വ്രതം വീടാം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഭഗവാന് നമ്മൾ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണം. ഒരു പഴമോ മറ്റോ സമർപ്പിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജലം കുടിച്ചാണെങ്കിലും നമ്മൾ ആ വ്രതം അവസാനിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ അന്ന് നോൺ വെജ് കഴിക്കരുത്. പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു പ്രദോഷ വ്രതം അവസാനിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് ശ്രമിക്കണം. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് ശരഭേശ്വര മൂർത്തി എന്ന് പറയുന്നത്. ആ ഭഗവാനെ നമ്മൾ ഞായറാഴ്ച രാഹുകാല സമയത്ത് ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കാണുന്നതും ഭഗവാന് അഭിഷേകം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. നമുക്ക് എല്ലാ രീതിയിലുമുള്ള ശത്രു വിജയമാണ് അതിൽ നിന്നും വരും. ശത്രു വിജയം എന്ന് പറയുമ്പം നമ്മളെ ദോഷമൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിയെ നമ്മൾ ദ്രോഹിക്കാനുള്ളതല്ല. നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ ശത്രുക്കളായിട്ട് കാണുന്ന
നമ്മളെ വേദനിപ്പിക്കുന്ന മനുഷ്യരിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കും. നമുക്ക് ശത്രുക്കളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചിലരൊക്കെ ജോലി ചെയ്യുന്നിടത്തൊക്കെ ഒരു കാരണവുമില്ലാതെ നമ്മളെ ദ്രോഹിക്കുന്നവരിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം ലഭിക്കും. ശരഭേശ്വര മൂർത്തിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നാളത്തെ ദിവസം ഈ ഒരു മന്ത്രം ജപിക്കാനും കഴിയുന്നവരൊക്കെ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാനും ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.